വീഴുന്നത് തെറ്റല്ല, മറിച്ച് വീണിടത്തു നിന്ന് എഴുന്നേൽക്കാതിരിക്കുന്നതാണ് തെറ്റ്. കുറ്റങ്ങളെയും കുറവുകളെയും അതിജീവിക്കാൻ ആത്മവിശ്വാസം അനിവാര്യമാണ്. കാലുകൾ അറ്റുപോയിട്ടും കൊടുമുടി കയറിയ അരുണിമ സിൻഹയുടെ കഥ ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഉദാഹരണങ്ങളൊന്നായി നമുക്ക് മുന്നിലുണ്ട്. അവരുടെ വാക്കുകളിലോട്ട് നമുക്കൊന്ന് കാതോർക്കാം. ഞാൻ പരമാവധി ചെറുത്തുനിന്നു. ഒടുവിൽ ഓടിക്കൊണ്ടിരുന്ന തീവണ്ടിയിൽ നിന്ന് അവരെന്നെ പുറത്തേക്ക് വലിച്ചെറിഞ്ഞു. തൊട്ടടുത്ത പാളത്തിലാണ് ഞാൻ ചെന്നു വീണത്. എനിക്ക് അനങ്ങാൻ പോലുമായിരുന്നില്ല. ആ സമയം ഞാൻ ചെന്നു വീണ പാളത്തിലൂടെ എതിർദിശയിൽ മറ്റൊരു ട്രെയിൻ ചീറിപ്പാഞ്ഞു വരുന്നുണ്ടായിരുന്നു. ഞാൻ പാളത്തിൽ നിന്ന് നിരങ്ങി മാറാൻ ശ്രമിച്ചു. പൂർണ്ണമായും മാറാൻ കഴിഞ്ഞില്ല. അതിനു മുമ്പ് തീവണ്ടി എൻ്റെ ഒരു കാലിന് മുകളിലൂടെ അതിവേഗം പാഞ്ഞുപോയി. പിന്നീടൊന്നും എനിക്ക് ഓർമ്മയില്ല. CISFൽ ചേരാനുള്ള ഒരു പരീക്ഷയുമായി ബന്ധപ്പെട്ട് ലക്നൌവിൽ നിന്ന് ഡൽഹിയിലേക്ക് യാത്ര ചെയ്യുന്നതിനിടയിൽ തീവണ്ടിക്കൊള്ളക്കാരുടെ ആക്രമണത്തിനിരയായ അരുണിമ സിൻഹ തനിക്കുണ്ടായ ദുരന്തത്തിൻ്റെ നിമിഷങ്ങളെ ഓർത്തെടുക്കുന്നത് ഇങ്ങനെയാണ്. 8 വർഷം മുമ്പ് പത്മാവതി എക്സ്പ്രസ്സിൽ വെച്ചായിരുന്നു ഈ സംഭവം. ഇടതുകാൽ മുട്ടിന് താഴെ വെച്ച് പൂർണ്ണമായും ചതഞ്ഞരഞ്ഞുപോയി. മണിക്കൂറുകളോളം ബോധരഹിതയായി കിടന്ന അരുണിമയെ പുലർച്ചെ സമീപത്തുള്ള ആശുപത്രിയിലെത്തിച്ചു. പിന്നീട് അവിടെ നിന്ന് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലേക്ക് മാറ്റി. മനോഭാവമാണ് ഒരാളെ അതിജീവനത്തിലേക്കും പിൻവലിയലിലേക്കും നയിക്കുന്നത്. എയിംസിൽ ചികിത്സയിലായിരുന്ന 4 മാസം അരുണിമയുടെ മനോഭാവത്തിൽ വലിയ പരിവർത്തനങ്ങൾ തന്നെ സൃഷ്ടിച്ചു. ഒരു കാൽ നഷ്ടപ്പെട്ട തനിക്ക് ഭാവിയിലുണ്ടാകുന്ന പ്രതിസന്ധികളെക്കുറിച്ചോ നഷ്ടങ്ങളെക്കുറിച്ചോ ചിന്തിക്കുന്നതിന് പകരം ശേഷിക്കുന്ന ഒരു കാൽ കൊണ്ട് ആർജിക്കാവുന്ന നേട്ടങ്ങളെക്കുറിച്ച് അവർ ചിന്തിച്ചു തുടങ്ങി. ക്യാൻസറിൽ നിന്ന് രക്ഷപ്പെട്ട് ക്രിക്കറ്റിൽ അത്ഭുതങ്ങൾ സൃഷ്ടിച്ച യുവരാജ് സിംഗിൻ്റെ ജീവിതവും അതുപോലെ അതിജീവനത്തിൻ്റെ വഴികൾ കണ്ടെത്തിയവരുടെ ജീവിതവും അരുണിമയ്ക്ക് പ്രചോദനമായി. ആശുപത്രിക്കിടക്കയിൽ വെച്ച് അരുണിമ എവറസ്റ്റ് കീഴടക്കാനുള്ള തീരുമാനമെടുത്തു. ബന്ധുക്കൾ തീരുമാനത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ പരമാവധി ശ്രമിച്ചു. അതിൻ്റെ അപകടങ്ങളെക്കുറിച്ച് ബോധ്യപ്പെടുത്തി. പിന്തിരിപ്പിക്കാൻ ഡോക്ടർമാരും പരമാവധി ശ്രമിച്ചു. തികഞ്ഞ ആരോഗ്യത്തോടെ എല്ലാവിധ തയ്യാറെടുപ്പുകളോടെയും ശ്രമിച്ചിട്ടും നിരവധി പേരുടെ ജീവൻ കവർന്നെടുത്ത കൊടുമുടിയുടെ മുകളിലേക്ക് കൃത്രിമ കാലുമായി കയറുന്ന അരുണിമയെക്കുറിച്ചുള്ള ചിന്ത പോലും അവരെ നടുക്കി. പക്ഷേ അരുണിമ തൻ്റെ തീരുമാനത്തിൽ നിന്നും പിന്മാറാൻ തയ്യാറല്ലായിരുന്നു. ആശുപത്രിക്കിടക്കയിൽ നിന്നും അരുണിമ നേരെ പോയത് എവറസ്റ്റ് കീഴടക്കിയ ആദ്യത്തെ ഇന്ത്യൻ വനിതയായ ബചേന്ദ്രി പാലിൻ്റെ അടുത്തേക്കാണ്. ബചേന്ദ്രി പാലിൻ്റെ ശിക്ഷണത്തിൽ കൃത്രിമക്കാലുമായി അരുണിമ പർവ്വതാരോഹണത്തിനുള്ള പരിശീലനം ആരംഭിച്ചു. ഏറെ ദുർഘടം നിറഞ്ഞതായിരുന്നു പരിശീലനം. കാലിനുണ്ടാകുന്ന വേദന, ശാരീരിക ക്ഷീണം, കഠിനമായ പരിശീലനം മൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവ വലിയ വെല്ലുവിളിയായിരുന്നു. പക്ഷേ അരുണിമയുടെ ഇച്ഛാശക്തിക്ക് മുന്നിൽ എല്ലാ പ്രതിസന്ധികളും ക്രമേണ കീഴടങ്ങി. അവരുടെ മനസ്സിൽ എപ്പോഴും ഒരേ ഒരു ചിന്ത മാത്രമായിരുന്നു: താൻ എവറസ്റ്റിൻ്റെ നെറുകയിലെത്തുന്ന ആ സുദിനം മാത്രം. അതിതീവ്രമായ അവളുടെ ആഗ്രഹത്തിന് മുന്നിൽ തടസ്സം എന്നൊരു വാക്കിന് പോലും പ്രസക്തിയില്ലായിരുന്നു. ചെറിയ ചെറിയ പർവ്വതാരോഹണ ശ്രമത്തിലൂടെ അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ഒടുവിൽ അരുണിമ സിൻഹ എവറസ്റ്റ് കൊടുമുടിയുടെ നെറുകയിലെത്തി. എവറസ്റ്റ് കീഴടക്കുന്ന ഭിന്നശേഷിക്കാരിയായ ആദ്യത്തെ വനിതയായി അവർ ചരിത്രത്തിൽ സ്ഥാനം പിടിച്ചു. 155 ദിവസം കൊണ്ടായിരുന്നു എവറസ്റ്റിനെ അരുണിമ തൻ്റെ കാൽ കീഴിലമർത്തിയത്. സ്വപ്നങ്ങൾക്ക് അതിരുകൾ ഉണ്ടാകരുതെന്ന് വിശ്വസിച്ച അരുണിമയുടെ ലക്ഷ്യം 7 ഭൂഖണ്ഡങ്ങളിലെയും ഉയർന്ന കൊടുമുടികൾ കീഴടക്കുക എന്നതായിരുന്നു. ആ ലക്ഷ്യം അവർ സാക്ഷാത്കരിക്കുക തന്നെ ചെയ്തു. കൃത്രിമക്കാലുമായി ഏഷ്യയിലെ എവറസ്റ്റ്, ആഫ്രിക്കയിലെ കിളിമഞ്ചാരോ, ഓസ്ട്രേലിയയിലെ കോസിസ്കോ, യൂറോപ്പിലെ എൽബ്രസ്, അർജന്റീനയിലെ അക്വൻകാഗ്വ, ഇന്തോനേഷ്യയിലെ കാർട്ടൻസ് പിരമിഡ് എന്നിവ കീഴടക്കിയ അരുണിമ 2019 ജനുവരി 4 അന്റാർട്ടിക്കയിലെ ഏറ്റവും വലിയ കൊടുമുടിയായ മൗണ്ട് വിൽസനും കീഴടക്കി ചരിത്രം സൃഷ്ടിച്ചു. അരുണിമ ആർജിച്ച നേട്ടങ്ങൾ പരിഗണിച്ച് രാജ്യം പത്മശ്രീ നൽകി അവരെ ആദരിച്ചു.
സ്വപ്നങ്ങൾക്ക് അതിരുകൾ ഉണ്ടാകില്ലെന്ന് വിശ്വസിച്ച അരുണിമയുടെ ഈ ജീവിതം എല്ലാവർക്കും ഒരു പ്രചോദനമാകട്ടെ.